ടി വി പ്രേക്ഷകർക്ക് എല്ലാവർക്കും 2026 വിഷുഫലത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഒരു വർഷത്തേക്ക് ഈ വിഷുഫലത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതായത് വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് എത്തുക മഴ എങ്ങനെയൊക്കെ ലഭിക്കും, അതിനു പുറമെ ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ വന്നു ചേരും, ഫലമൂലാദികൾ എങ്ങനെയൊക്കെ വന്നു ചേരും, അതിലുപരി ഈ രാജ്യത്തിനും ലോകത്തിനും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു സമഗ്രമായിട്ടുള്ള ഫലപ്രവചനം പ്രശ്നമാർഗത്തിലെ ഈ വിഷു വർഷലക്ഷണം എന്ന അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്, ഈ വിഷുഫലത്തിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് മേടമാസം 2-ാം തീയതി ഏപ്രിൽ 15-ാം തീയതിയാണ് വിഷുക്കണി കാണുന്ന ദിവസം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിഷുക്കണി കണ്ടിട്ടുള്ളൊരു ദിവസം. യഥാർത്ഥത്തിൽ ഇന്നലെ മേടമാസം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി 2026 ഏപ്രിൽ 14-ാം തീയതി ചൊവ്വാഴ്ച 9:32 പകൽ ചതയ നക്ഷത്രത്തിൽ മേഷ വിഷു സംക്രമം, അതായത് മേടത്തിലേക്ക് സൂര്യൻ സംക്രമിച്ചു എന്ന് പറയും, യഥാർത്ഥത്തിൽ ഭൂമിയാണ് സംക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ മേടം 1-ാം തീയതി ഇന്നലെ തുടങ്ങി എങ്കിലും പകല് സംക്രമമുള്ളത് കൊണ്ടാണ് വിഷുക്കണി ദർശനം ഇന്നത്തെ ദിവസം പുലർച്ചെ, അല്ലെങ്കിൽ അഹസ് പുലർന്നിട്ട് 2:30 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വിഷുക്കണി കാണാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആചാരക്രമം. ഇങ്ങനെ ഈ വിഷു സംക്രമത്തിൻ്റെ അന്ന് മുതൽ ഇനി വരുന്ന 2027 ഏപ്രിൽ 13-ാം തീയതി വരെ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നീ മാസങ്ങളിലെ സംക്രമത്തിൻ്റെ വാരത്തിൻ്റെ അധിപതി, അതായത് ഏത് ദിവസമാണ് സംക്രമിക്കുന്നത്, ഏതാഴ്ചയിലാണ്, ഈ ആഴ്ചയുടെ അധിപതിയെ കണക്കാക്കിയും ഈ കഴിഞ്ഞ മീനമാസം 5-ാം തീയതി 2026 മാർച്ച് 19-ാം തീയതി വ്യാഴാഴ്ച ഉത്രട്ടാതി നക്ഷത്രത്തിൽ പരാഭവം എന്ന പേരോട് കൂടിയതായിട്ടുള്ള ചൈത്രമാസം തുടങ്ങി. അതായത് മീനമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് എന്ന് ഉദയത്തിന് പ്രതിപദം അഥവാ പ്രഥമ വരുന്നു, അന്നത്തെ ദിവസമാണ് ചൈത്രം ആരംഭിക്കുന്നത്. ചൈത്രം മുതൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് 2 മാസം കൂടുമ്പോൾ ഓരോ ഋതുക്കളാണ് വരുന്നത്. ഈ ചൈത്രമാസം തുടങ്ങുന്നതിൻ്റെ അവസ്ഥ കണക്കാക്കിയും അത് ഏതൊക്കെ നക്ഷത്രത്തിൽ തിഥി, കരണം, നിത്യയോഗം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയും ഇനി മിഥുനമാസം 8-ാം തീയതി ജൂൺ 22-ാം തീയതി പകൽ 12:25 തിരുവാതിര ഞാറ്റുവേല തുടങ്ങുന്നത്. അതായത് ഭൂമി 365 ദിവസം കൊണ്ട് 360 ഡിഗ്രിയും ഒരു വലയം വയ്ക്കുന്ന ഈ നക്ഷത്ര സമൂഹത്തിൽ കൂടി ഭൂമി സഞ്ചരിക്കുന്നു. അത് 0 ഡിഗ്രി എന്ന് തുടങ്ങാം, മേടം മുതലെന്ന് പറയാം, അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ പ്രായേണ മിഥുനമാസം 7-ാം തീയതിയോ 8-ാം തീയതിയാണ് തിരുവാതിര ഞാറ്റുവേല തുടങ്ങുക പതിവ്. ഈ വർഷം 8-ാം തീയതിയാണ്, ജൂൺ 22-ാം തീയതി. ഈ തിരുവാതിര ഞാറ്റുവേലയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ ഞാറ്റുവേലകൾ മേടമാസം 1-ാം തീയതി മുതൽ ഇനി ഒരു വർഷത്തേക്ക് ഞാറ്റുവേല പകലും വർദ്ധിക്കുക. ഈ വർഷം അങ്ങനെയാണ്, 17 ഞാറ്റുവേലകൾ പകലും 10 ഞാറ്റുവേല രാത്രിയിലുമാണ് ഞാറ്റുവേലകൾ തുടങ്ങുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഈ ജൂൺ 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഒക്ടോബർ 31-ാം തീയതി ചിങ്ങം രാശിയിലേക്കും 2027 ജനുവരി 25-ാം തീയതി കർക്കിടകം രാശിയിലേക്കും, അതേപോലെ 2027 ജൂൺ 26-ാം തീയതി ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയും ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ സംയോഗം, വീക്ഷണം, ഇതിൽ ചില ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ, ഗ്രഹപ്പകർച്ചകൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കൊല്ലത്തെ വിഷുഫലം പറയുന്ന ഒരു സമ്പ്രദായമാണ്. ഇനി മഴയെപ്പറ്റി പറയാം. ഇന്നലെ
ഏപ്രിൽ 14 ഒരു കാർമേഘം മൂടിക്കിടക്കുന്ന ഒരവസ്ഥാവിശേഷം വന്നു ചേരുവാനും ചെറിയൊരു ചാറ്റൽ മഴ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മഴ വന്ന് ചേരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. 16, 17 എന്നീ തീയതികളിൽ, ഏപ്രിൽ 16, 17 എന്നീ തീയതികളിൽ ഒരു കാലവർഷ പ്രതീതിയൊക്കെ വരും. ഈ 14, 16, 17 എന്നീ തീയതികളിലെ മഴ ഒരു പക്ഷേ ഈ വിതയ്ക്കുന്ന, അതായത് ഞാറ് മുളയ്ക്കാൻ, നെല്ല് വിതയ്ക്കുക മേടമാസത്തിലെ 1-ാം തീയതി കഴിഞ്ഞ്, സംക്രമം കഴിഞ്ഞ് നല്ല ദിവസം നോക്കിയിട്ടാണ്. ഈ വർഷത്തിൽ മേടം 4-ാം തീയതിയാണ് നല്ല ദിവസമുള്ളത്. എന്നിരുന്നാലും ഈ നെല്ല് മുളയ്ക്കാൻ തക്കവണ്ണമുള്ള ഒരു മഴ കിട്ടും, വിതപ്പാൻ തക്കവണ്ണമുള്ള മഴ ലഭിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ 23 വരെയുള്ള കാലയളവിൽ ദിവസവും അങ്ങിങ്ങായിട്ടൊരു മഴയുടെ ഒരു പ്രതീതി വന്ന് ചേരാനിടയുണ്ട്. മെയ് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ തന്നെ മഴയ്ക്കൊരു തുടക്കം കുറിക്കുക. നമുക്കൊക്കെ ശീലമുള്ളത് ഇടവപ്പാതി എന്ന് വെച്ചാൽ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നാൽ അന്ന് മുതൽ മഴ കിട്ടുക, അങ്ങനെയൊക്കെയാണ് നമുക്കൊക്കെ പണ്ടൊക്കെ ശീലവും. ഇടവപ്പാതി എന്ന് വെച്ച് കഴിഞ്ഞാലും അങ്ങനെയാണ് ഒരു പതിവ്. ഈ മെയ് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ മഴ തുടങ്ങുകയും 14, 15, 16 എന്നീ തീയതികളിലും 19, 20, 21 എന്നീ തീയതികളിലും നല്ല നിലയിലൊരു മഴയുടെ പ്രതീതി വന്നു ചേരും. എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ കാറ്റിൻ്റെ അവസ്ഥകളെ കൊണ്ട് ഇവിടെ ലഭിക്കുന്ന മഴയുടെ തോത് കുറയും. എന്നാൽ വനപർവ്വതങ്ങളിലൊക്കെ സ്വല്പം കൂടുതൽ ലഭിക്കാനും സാധ്യതയുണ്ട്. ജൂൺ 1-ാം തീയതി മുതൽ കൃത്യമായിട്ട് ഈ വർഷം കാലവർഷത്തിന് തുടക്കം കുറിക്കും. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ വളരെ നല്ല നിലയിലുള്ള മഴ ലഭിക്കും. അത് 14-ാം തീയതി വരെയും, അത് ജൂലൈ 4-ാം തീയതി വരെ, അതായത് ജൂൺ 1-ാം തീയതി തുടങ്ങിയാൽ 8-ാം തീയതി വരെ നല്ല മഴ ലഭിക്കുകയും അത് ജൂലൈ 4-ാം തീയതി വരെ തുടരാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 5, 6, 7, 8 എന്ന തീയതികളിൽ ഒരു മഴ അത്രയൊന്നും ഉണ്ടാവില്ല, ചില ഉഷ്ണപ്രതീതി വന്ന് ചേരാം. ജൂലൈ 14 മുതൽ ഓഗസ്റ്റ് 18-ാം തീയതി വരെ കർക്കിടക മാസം തന്നെയാണ്. അത് ഏറ്റവും നല്ല നിലയിലുള്ള കാലവർഷം ലഭിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെയുള്ള കാലയളവിൽ മഴ നല്ലത് ലഭിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ഈ കാലം കാറ്റ് വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും ഇവിടെ ലഭിക്കേണ്ടതായിട്ടുള്ള മഴ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുക, ചിലതൊക്കെ ലഭിക്കാതെ പോവുക, ഇങ്ങനെയും അവസ്ഥയുണ്ടാവാം. മകീര നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുന്നു. സെപ്റ്റംബർ 26-ാം തീയതിക്ക് തുലാവർഷത്തിൻ്റെ ഛായ തുടങ്ങി വയ്ക്കും. പൊതുവെ തുലാമാസം 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 17, 18 എന്നീ തീയതികളിലാണ് പതിവ്. പക്ഷേ ഈ വർഷം സെപ്റ്റംബർ 26 മുതൽ തന്നെ തുലാവർഷത്തിൻ്റെ പ്രതീതി തുടക്കം കുറിക്കുമെങ്കിലും ഒക്ടോബർ 11 മുതൽ നവംബർ 4-ാം തീയതി വരെയാണ് തുലാവർഷം വേണ്ട വിധത്തിൽ ലഭിക്കുക. പലപ്പോഴും നമുക്കൊക്കെ തുലാവർഷം നല്ല നെല്ല് ലഭിച്ചാൽ മാത്രമേ കാർഷിക വിളകൾക്കും ധാന്യവിളകൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന വർഷത്തേക്ക്, വേനൽക്കാലാണെങ്കിലും അതിൽ വെള്ളം ലഭിക്കണമെങ്കിൽ ഈ തുലാവർഷം ധാരാളം ലഭിക്കണം. പൊതുവെ ഈ എല്ലാ പ്രദേശങ്ങളിലും ധാന്യത്തിന്, അതായത് അതിവർഷം, മഹാവർഷം എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണം എന്നുള്ള നിലയിൽ എല്ലാ പ്രദേശങ്ങളിലും ധാന്യവിളകൾക്ക് അനുസൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ധാന്യവിളകൾക്ക് അനുയോജ്യമാകും വിധത്തിലുള്ള മഴ ലഭിക്കുക, കാലോചിതമായിട്ടുള്ള വർഷം ലഭിക്കുക എന്ന് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വരുന്ന വർഷത്തേക്ക് ജനുവരി ആയിക്കഴിഞ്ഞാൽ 2026 ജനുവരി 24, 25, 26 കാലങ്ങളിലൊക്കെ ഈ വേനൽ മഴയുടെ തുടക്കം കുറിക്കുക എന്നൊക്കെ പറയും. കുംഭത്തിൽ പെയ്താൽ കുപ്പയിലും നെല്ല് എന്നൊക്കെയാണ് പ്രമാണത്തിൽ പറയുക. പക്ഷെ ആ സമയത്ത് ഒരു തുടക്കം, ചെറിയതായിട്ടൊന്ന് തുടക്കം കുറിക്കും. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 11-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ കുംഭമഴ ലഭിക്കാനും ഏപ്രിൽ 6, 7 എന്നീ കാലങ്ങളിലും ഒരു വേനൽ മഴ ലഭിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്.